ഹായ് ഫ്രണ്ട്സ്, ദിലീപിന് ഇതാ തൂക്കിക്കൊരാളെ തെളിവുകൾ ഇതാ കിട്ടിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ കുറെ യൂട്യൂബേഴ്സ് ഇറങ്ങിയിട്ടുണ്ട്. ദൈവത്തിന്റെ കയ്യൊപ്പ് ബാക്കി അവശേഷിച്ചു, ദിലീപ് ഇതാ തൂക്കുമരത്തിലേക്ക് പോകുന്നു എന്നൊക്കെ പറഞ്ഞത്. എന്റെ പൊന്നു യൂട്യൂബേഴ്സ്, വിവരല്ലെങ്കിൽ മിണ്ടാതിരുന്നാ മതി അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ചോ. ഞാൻ പറഞ്ഞുതരാം എന്താ കാര്യം, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ കാരണം, ഇവർക്ക് ശരിക്കും തലയ്ക്ക് വിവരമില്ലായിരിക്കുമോ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പടച്ചു വിടാൻ വേണ്ടിയിട്ട്? ഇത് ആരാണ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്കറിയോ? ഇതാര് എഴുതിയിരിക്കുന്നതെന്ന് അറിയോ? എന്നിട്ട് ദൈവത്തിന്റെ കയ്യൊപ്പാണ് പോലും. അതെന്താ സംഭവം എന്ന് ഞാൻ പറയാം. അതിന് മുന്നേ എന്റെ ചാനൽ ഒന്നെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽബട്ടനും കൂടി അമർത്തിക്കോളൂ കേട്ടോ. അപ്പോൾ മാധ്യമങ്ങളൊക്കെ പൊട്ടി ആഘോഷിക്കുന്നത് ഇതാണ്: പ്രോസിക്യൂഷൻ ഡി നിയമോപദേശം സർക്കാരിന് നൽകി എന്നതാണ് വാർത്ത. ശരി തന്നെയാണ്, പ്രോസിക്യൂഷൻ നിയമോപദേശം സർക്കാരിന് നൽകിയിട്ടുണ്ട്, അതാണ് വാർത്ത. എന്നാൽ അദ്ദേഹം അപ്പീലിന് പോണം, മുകളിലെ കോടതിയിലേക്ക് അപ്പീലിന് പോണം എന്ന റിക്വസ്റ്റ് മാത്രമാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. പിന്നെ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഡീറ്റെയിൽഡ് നോട്ടാണ്. ഈ ഒരു റിക്വസ്റ്റ്, അതിൻ്റെ അടിയിൽ ഡീറ്റെയിൽഡ് നോട്ട് ഉണ്ട്. ആ ഡീറ്റെയിൽഡ് നോട്ട് തയ്യാറാക്കിയിരിക്കുന്നത് ഈ ഉപദേശത്തില് ഈ സർക്കാരിന് നൽകിയ ഈ പ്രോസിക്യൂഷൻ അല്ല. ആ ഡീറ്റെയിൽഡ് നോട്ട് തയ്യാറാക്കിയിരിക്കുന്നത് ആരാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ബി അജയ്കുമാർ എന്ന് പറയുന്ന സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ആണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ അതിജീവിതയുടെ അല്ലെങ്കിൽ ഇരയ്ക്ക് വേണ്ടി വാദിച്ച സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ആണ് ഇത് എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഇരയ്ക്ക് വേണ്ടി വാദിച്ചവര് അവരുടെ ന്യായങ്ങൾ മാത്രമേ അവർ എഴുതുള്ളൂ. ദിലീപിനെ തൂക്കണം എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഇരയ്ക്ക് വേണ്ടി വാദിച്ച ആൾക്കാർ ചെയ്യുകയുള്ളൂ. ഇരയ്ക്ക് വേണ്ടി വാദിച്ച ആൾക്കാർ എന്തുകൊണ്ട് ചെയ്യുന്നു? ദിലീപിനെ മാത്രം പ്രതിയാക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അത് ചെയ്തിരുന്നത്. സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ആണ്. അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാഗം ന്യായീകരിക്കും. കാരണം അദ്ദേഹം ഇത്രയും നാൾ ഇരയ്ക്ക് വേണ്ടി വാദിച്ചിരുന്ന പ്രോസിക്യൂട്ടർ ആണ് സർക്കാരിന്റെ. അപ്പൊ സർക്കാരിന്റെ പ്രോസിക്യൂട്ടർ അവരുടെ ഭാഗത്ത് തെറ്റില്ല എന്ന് കാണിക്കാൻ വേണ്ടി, ദിലീപിനെ തൂക്കണം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽഡ് നോട്ടിലേ കൊടുക്കുള്ളൂ വിവരമില്ലാത്തവരെ. എനിക്ക് അത്രേ പറയാനുള്ളൂ. അല്ലാതെ ഈ പ്രോസിക്യൂഷൻ അല്ല ഇത് കൊടുത്തിരിക്കുന്നത് ഡീറ്റെയിൽഡ് നോട്ട്. അദ്ദേഹം അപ്പീല് പോകണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള റിക്വസ്റ്റ് ആണ്. അതെന്തായാലും ഇതില് ഇരയ്ക്ക് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ അപ്പീല് മുകളിലേക്ക് പോകുക തന്നെ വേണം. അതെന്തായാലും ചെയ്യണം. അതന്നെ അവര് ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഡീറ്റെയിൽഡ് നോട്ട് തയ്യാറാക്കിയിരിക്കുന്നത് ആരാണ്? ഈ പ്രോസിക്യൂട്ടർ ആണ്. അതായത് ഇരയ്ക്ക് വേണ്ടി വാദിച്ച പ്രോസിക്യൂട്ടർ ആണ്. ഡീറ്റെയിൽഡ് നോട്ടിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ ദിലീപിനെ തൂക്കണം, അല്ലെങ്കിൽ ഈ ജഡ്ജി ചെയ്തിരിക്കുന്നത് മുഴുവൻ തെറ്റാണ് എന്നുള്ളത് തന്നെയാണ്. എന്നുവെച്ചാൽ അവരുടെ ഭാഗം അവർക്ക് ന്യായീകരിക്കണം. ഇപ്പൊ ആ ടി.ബി. മിനി മാഡം വന്ന് പറയണതും അതൊക്കെ തന്നെയാണ്. അവരുടെ ഒരു ഡീറ്റെയിൽഡ് നോട്ടാണ് ഈ പോയിരിക്കുന്നത്. അപ്പൊ അവരുടെ ഭാഗം ക്ലിയർ ആക്കില്ല. അത് ദിലീപ് നല്ലവനാണ്, ദിലീപ് തെറ്റൊന്നും ചെയ്തിട്ടില്ല, ജഡ്ജി ഹണി റോസ് നല്ല രീതിയാണ് പ്രഖ്യാപിച്ചത് എന്ന് പറഞ്ഞ ഡീറ്റെയിൽഡ് നോട്ട് തയ്യാറാക്കൂ? ഇല്ല. എന്ത് വിവരമില്ലായ്മയാണ് ഈ കുട്ടിഘോഷിക്കുന്നത്. ഉണ്ടയില്ല വെടികളുമായി നമ്മുടെ മാധ്യമങ്ങൾ എങ്ങനെയെങ്കിലും ദിലീപിനെ പെടുത്തണമെന്ന് വിചാരിച്ച് നടക്കുമ്പോൾ അതനുസരിച്ച് നീങ്ങാൻ വേണ്ടി കുറെ ആൾക്കാർ, കുറെ യൂട്യൂബേഴ്സ്, തലയ്ക്ക് വിവരമില്ലാത്ത കുറെ പേരാണ് ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് പറയാനുള്ളൂ. അവർക്ക് അവരുടെ കേസ് മുകൾ കോടതിയിലേക്ക് എത്തണമെങ്കിൽ ഇവിടെ കോടതിയെ താഴ്ത്തി കെട്ടിക്കൊണ്ട് തന്നെയായിരിക്കണം. അല്ലെങ്കിൽ ഈ പ്രതിയെ താഴ്ത്തി കെട്ടണം, പ്രതി എന്ന് ആരോപിക്കുന്ന ആളെ താഴ്ത്തി കെട്ടണം, അല്ലെ? അപ്പൊ ജഡ്ജി ഹണി റോസ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ തെറ്റാണ്. അവര് പ്രധാനമായിട്ടും ഡീറ്റെയിൽഡ് നോട്ടിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത്? മെമ്മറി കാർഡ് ചോർന്നത് ചോർന്നത് ഈ ജഡ്ജിയുടെ കീഴിലായതുകൊണ്ട് തന്നെ ഈ ജഡ്ജിക്ക് വിധി പറയാൻ അർഹയല്ല. അതാണ് ഒന്നാമത്തെ നോട്ട്. രണ്ടാമത്തത്, തെളിവുകളിൽ പക്ഷപാതം കാണിച്ചു. പിന്നെ വിവേചനപരമായി ജഡ്ജി ഇടപെട്ടു. രണ്ടു തരം സമീപനം ജഡ്ജി എടുത്തു. 1 തൊട്ട് 6 വരെയുള്ള പ്രതികൾക്ക് ഉള്ള തെളിവുകൾ ദിലീപിനെതിരെയുള്ള തെളിവായിട്ട് എടുത്തില്ല. തെളിവുകൾ നശിപ്പിച്ച അഭിഭാഷകരെ വാദത്തിൽ തുടരാൻ അനുവദിച്ചു. പിന്നെ പിന്നെ ഈ അഭിഭാഷകരെയെല്ലാം ജഡ്ജി അനുമോദിച്ചു. നല്ല തെളിവുകൾ ഉള്ളതിനാൽ ഉയർന്ന കോടതിയിൽ ഇത് തെളിയിക്കാൻ പറ്റുമെന്ന് ഞങ്ങൾ കരുതുന്നു. ഇനി ദിലീപും പൾസർ സുനിയും തമ്മിലുള്ള കണക്ഷൻ തെളിവുകൾ കോടതിയിൽ ഞങ്ങൾ സമർപ്പിച്ചുവെങ്കിലും അത് പരിഗണിച്ചില്ല. ബാലചന്ദ്രകുമാർ ശബ്ദരേഖ, മെമ്മറി കാർഡ്, ഹാഷ് വാല്യൂ മാറിയത്, ഇതൊന്നും കോടതിയിൽ പരിഗണിച്ചില്ല. 8ാം പ്രതിയുടെ അഭിഭാഷകന്റെ വിധിയാണ് ജഡ്ജി വിധിച്ചത്. പിഴവുകൾ ന്യായീകരിക്കലാണ് 1800 പേജോളമുള്ള ആ ഒരു വിധി ന്യായം പറയുന്നത്. ഇതാണ് ഇവരുടെ ഈ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ എഴുതി കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽഡ് നോട്ട്. അതെന്താന്ന് വെച്ചാൽ അവർക്ക് മേൽക്കോടതിയിലേക്ക് പോകണം. അവർക്ക് ആളെ കിട്ടുക എന്നതല്ല അവരുടെ പ്രധാനം. അതായത് ഇത് ചെയ്ത വ്യക്തിയെ ലഭിക്കുക എന്നതല്ല. ദിലീപിനെ തൂക്കിലേറ്റണം എന്നതാണ് അവരുടെ പ്രധാനം. അത് അപ്പീല് പോണമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ നിയമോപദേശ സർക്കാരിന് നൽകി.
അത്രയേ ഉള്ളൂ, റിക്വസ്റ്റ് നൽകി അത്രയേ ഉള്ളൂ. അത് എന്തൊക്കെയാണ് പറഞ്ഞു പിടിപ്പിക്കുന്നത്? ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മാധ്യമങ്ങൾ ചെയ്യുന്നത് കേട്ടോ. ഇത്രയും റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ്. ഇപ്പൊ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഒരു പരീക്ഷയിൽ തോറ്റ കുട്ടി ഇപ്പോ വാല്യുവേഷൻ ചെയ്ത ആളെ കുറെ തെറി പറയാണ്. സ്വാഭാവികമാണ് അല്ലെ? ഞാൻ തോറ്റു, അത് ആ വാല്യുവേഷൻ ചെയ്ത ആളുണ്ടല്ലോ അത് ശരിയായിട്ട് ചെയ്തില്ല എന്നും പറഞ്ഞ് അയാൾ അവിടെയൊക്കെ മാർക്ക് കുറച്ചു എന്നും പറഞ്ഞ് റീവാല്യുവേഷന് കൊടുത്തു. റീവാല്യുവേഷന് കൊടുത്താൽ ജയിക്കുമോ? അതുപോലെയാണ് ഇവർ റീവാല്യുവേഷന് വേണ്ടി മുകളിലെ കോടതിയിലേക്ക് കൊടുത്തിരിക്കുന്നത്. ജയിക്കോ? ഇല്ല, ആ കുട്ടി പഠിച്ചിട്ടില്ല, ആ കുട്ടി ശരിക്കും അറ്റൻഡ് ചെയ്തിട്ടില്ല. അത് തന്നെയാണ് ഇവരുടെയൊക്കെ പ്രശ്നം. അതുപോലെയാണ് എക്സാമ്പിൾ അതാണ് കേട്ടോ. അപ്പോ ഇപ്പൊ നമ്മൾ മീഡിയാസിന്റെ കാര്യം ഞാൻ പറയാം. നമ്മൾ എന്ത് തോന്നിവാസം പറഞ്ഞാലും വലിയ വലിയ തലപ്പത്തിരിക്കുന്നവരെ കുറിച്ചൊക്കെ തോന്നിവാസം പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയാസ് ഇടപെട്ടുകൊണ്ട് നമ്മുടെയൊക്കെ വന്ന് മൊഴികൾ എടുക്കും അല്ലെ? അതൊക്കെ തന്നെ ഇവർക്കും. ഇപ്പൊ മീഡിയാസിന്റെ ആ കക്കടി പറ്റിയത് എന്താ വെച്ചാൽ അവർക്കെതിരെയും കോടതി വിമർശനം നടത്തിയല്ലോ. അപ്പൊ അവർക്കൊരു ഷെയിം, നാട്ടുകാർ മുന്നിൽ അയ്യോ ഞങ്ങൾ ഇത്രയും വൃത്തികേട് ചെയ്തു എന്ന് കണ്ടപ്പോൾ അവരെങ്ങനെയും ഇവരെ കുടുക്കിയേ പറ്റുന്ന ലെവലിലാണ് മീഡിയാസ് ഓടി നടക്കുന്നത്. സിനിമാ നടൻ ദേവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ദിലീപിനെ വെറുതെ വിടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് അമ്പലങ്ങളിൽ വഴിപാട് നടത്തിയിട്ടുണ്ട്. കാരണം 8.5 വർഷം കേസ് നടത്തിയതല്ലേ, എന്നിട്ടും ഒരു തെളിവും കിട്ടിയില്ലല്ലോ. അപ്പൊ പിന്നെ അദ്ദേഹം വെറുതെ വിടേണ്ട ആള് തന്നെയാണെന്ന് പറയുന്നത്. പിന്നെ ദിലീപ് എന്ന് പറയുന്നത് ബുദ്ധിമാനായ ഒരു ബിസിനസ്മാൻ ആണ് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നത് കേട്ടാ. ഇത്രയും പൊട്ടത്തരൊന്നും ചെയ്യില്ല. സിനിമയിലുള്ള 90% ആൾക്കാരും ദിലീപ് ചെയ്തു എന്ന് വിശ്വസിക്കില്ല. കാരണം ഒരുപാട് പൈസയുള്ള ആളാണ് ദിലീപ്. ദിലീപിന് വേണമെങ്കിൽ ഈ നടിയെ ആക്രമിക്കണമെങ്കിൽ ബോംബെയിൽ നിന്ന് ഇറക്കുമതി ചെയ്യാമായിരുന്നു. അത്രയും പൈസ കൊടുത്ത് ഈ 1.5 കോടിയും 10 കോടിയൊക്കെ ഈ പൾസർ സുനിക്കൊക്കെ കൊടുത്തിട്ട് ചെയ്യേണ്ട വല്ല ആവശ്യകതയുണ്ടോ? വെറുതെ ഉണ്ടയില വെടിയുമായിട്ട് പായുകയാണ് മാധ്യമങ്ങൾ. അത്രയേ ഉള്ളൂ. നിവിൻ പോളിക്കെതിരെ വ്യാജ കേസ് വന്നു, പുഷ്പം പോലെ മാറ്റി അല്ലെ? ഉമ്മൻചാണ്ടിക്കെതിരെ വ്യാജ കേസ് വന്നു, അതും വ്യാജമാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ എന്താണ്, ആ സ്ത്രീകൾക്കെതിരെ നടപടികൾ എടുത്തില്ല. ദിലീപിനെതിരെ വ്യാജ കേസ് നമ്മുടെ അതിജീവിതയല്ല കൊടുത്തിരിക്കുന്നത്, ബാക്കിയുള്ളവർക്കാണ് തിടുക്കം ദിലീപിനെതിരെ ചെയ്യണമെന്ന്. പക്ഷേ ദിലീപിന് ചുറ്റും നിൽക്കുന്നത് വമ്പന്മാരായതുകൊണ്ട് ദിലീപിന് അത് തെളിയിക്കാൻ പറ്റുന്നില്ല. നിവിൻ പോളിയുടെ പോലെയോ ഉമ്മൻചാണ്ടിയുടെ പോലെയോ പോരാൻ പറ്റുന്നില്ല. കാരണം എന്താണ്, ദിലീപിന് ചുറ്റും റിയൽ എസ്റ്റേറ്റുകാരും വലിയ വലിയ മാഫിയകളും അങ്ങനെയൊക്കെയാണ് ചുറ്റും നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ്